Join the legacy of excellence at Little Flower Engineering Institute, Kalamasheri, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamasheri. ടെല്ലവീവ് നഗരം കത്തിച്ചാമ്പലാകുമ്പോൾ ഇസ്രായേലിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ആരെങ്കിലും പറയുന്നത് കേട്ട് യുദ്ധത്തിലേക്ക് എടുത്തുചാടിയാൽ ഉണ്ടാകുന്ന സർവനാശം എന്താണെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിലുണ്ടായ മരണനിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ അവർക്ക് വലിയ നാണക്കേടായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള മരണസംഖ്യ ഉയർന്നുവരുന്ന ഒരു കാഴ്ചയാണ് ഇസ്രായേലിൽ ദിനംപ്രതി കാണുന്നത്. ടെല്ലവീവും മറ്റു പ്രദേശങ്ങളുമൊക്കെ കത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വലിയ തോതിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു കാരണവശാലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ വെറുതെ വിടില്ല. ഈ കുരുതിക്ക് മറുപടി പറയണം. ഇറാനുമേൽ ഒരു രീതിയിലുള്ള പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിന് മറുപടി പറഞ്ഞ് മതിയാവുകയുള്ളൂ എന്നാണ് ഇറാന്റെ ആയത്തുള്ള അൽ ഖമേനി പറഞ്ഞിരിക്കുന്നത്. ഇറാനുമേലുള്ള സമ്മർദ്ദം അത് US കുറെ നാളായി വച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ US വേണ്ടിയാണ് ഇസ്രായേൽ രംഗത്തിറങ്ങിയത്. എന്നാൽ ഒടുവിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ US പ്രത്യക്ഷത്തിൽ വലിഞ്ഞിരിക്കുകയാണ്. കാരണം റഷ്യ കൃത്യമായി ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. യുഎസിന്റെ നേരിട്ടുള്ള സഹായം എന്ത് രീതിയിലുണ്ടായാലും റഷ്യ അതിനെ തടുത്തിരിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റായ വ്ളാദിമിർ പുടിൻ വ്യക്തമാക്കിയതോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപിനെ ഉത്തരം മുട്ടിയിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു രീതിയിലുള്ള പരിപാടികളും നടക്കില്ല. ഇറാന്റെ അത്യുജ്വലമായ തിരിച്ചടിയും പോരാട്ടവും കണ്ട് അമേരിക്ക അന്തം വിട്ടിരിക്കുകയാണ്. ആണവായുധ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറാന് നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇസ്രായേലിന്റെ അഹങ്കാരം ശമിപ്പിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇറാന്റെ ഭൂഗർഭ അറകൾ കേന്ദ്രീകരിച്ചുള്ള ഇസ്രായേലിന്റെ ആക്രമണം അത് വലിയ തോതിൽ ഉണ്ടായിരുന്നു. പല കേന്ദ്രങ്ങളും തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. എന്നാൽ ഇറാനുണ്ടാകുന്ന ആ ഭീമമായ നഷ്ടം ഒരുപാട് മനുഷ്യക്കുരുതികളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ ഇറാനെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ അയൺഡോമുകൾ ഭേദിച്ചുകൊണ്ട് ഏറ്റവും വലിയ സുരക്ഷാ കവചത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാന്റെ അത്യുജ്വലമായ പോരാട്ടം. ഒരു രീതിയിലുള്ള അന്താളിപ്പുമില്ലാതെ ഇറാൻ മിസൈൽ തൊടുക്കുകയായിരുന്നു. 1000-ലേറെ മിസൈലുകൾ ഇസ്രായേലിൽ വന്ന് പതിച്ചിരിക്കുന്നു. സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിൽ കാണുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ നിന്നും മാറേണ്ടതാണ് എന്ന് ഇസ്രായേലിൽ പൊതുജനം തുറന്നടിക്കുന്ന ഒരു കാഴ്ചയാണ്. നെതന്യാഹുവിന്റെയും പാർട്ടിയുടെയും അഴിമതി മൂടിവെക്കാൻ ഇസ്രായേലികളെ കുരുതി കൊടുക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നതെന്ന് ഇസ്രായേലികൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതോടുകൂടി ആക്രമണം അതിരൂക്ഷമാവുകയാണ്. ടെല്ലവീവ് ഇനി ബാക്കിയുണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഏവരും ഉറ്റുനോക്കുന്നത്.